ഞങ്ങൾ കയ്യിലെടുത്ത് കഴിഞ്ഞ ദിവസം തോട്ടാടുള്ള നമ്മുടെ സഹോദരൻ കടുപിടിച്ച് മരണപ്പെട്ടപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട MLA കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടതാണ് കേരളയും പരിസര പ്രദേശങ്ങളും അറിഞ്ഞ കടുവയെ പിടിക്കാൻ വേണ്ടി കൂടുവെക്കാൻ. പക്ഷേ ഇന്ന് വരെ ഒരു കൂട് വെക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ തയ്യാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കരുവാണ്ട് പഞ്ചായത്തിലെ കുറച്ച് മെമ്പർമാരുണ്ട്. അവര് പറയേണ്ടതോട് ഇവിടെ കടുവനെ പിടിക്കേണ്ടത് സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധിയാണെന്നാണ് അവരെ പൊട്ടുകൊണ്ട് പറഞ്ഞത്. രണ്ട് മെമ്പർമാർ മണ്ടത്തരം കാണിച്ചാണ് ഓരോ ചാനലിന്റെ മുമ്പ് കൂടി അവരെ ഫോറസ്റ്റുകാരെ വയ്യാതെ നടക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഫോറസ്റ്റുകാരോട്, ഇതിലെന്തോ ഒരു കളിയുണ്ട്. കണ്ണിൽ കണ്ടിട്ട് പോലും വെടിവെക്കാൻ തയ്യാറായിട്ടില്ല. കണ്ണിൽ കണ്ടുപോലും വെടിവെക്കാൻ തയ്യാറായില്ല. ഇവിടെ പഞ്ചായത്ത് ഭരണസമിതിന്റെ കുറച്ച് ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വയലന്റാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിതൊരു സൂചനയാണ്. ഇവിടെ UDF കോട്ടയും മറ്റൊക്കെ ഇവിടെ ചാനലിലൂടെ മറ്റൊക്കെ പരിചയപ്പെടും. ഞങ്ങൾ UDF ഒറ്റക്കെട്ടാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ കാട്ടുമൃഗത്തെ വെടിവെക്കാൻ ജനങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി വേണ്ടത്. അല്ലാതെ ഫോറസ്റ്റുകാരെ വഞ്ചാരെ പോയിങ്ങാണ്ട് ചാനലിലൂടെ ചർച്ച ചെയ്ത് നടക്കുന്ന കുറെ മന്ദന്മാരായ മെമ്പർമാരുണ്ട് പഞ്ചായത്തിൽ. അതല്ല വേണ്ടത്, മനുഷ്യർക്ക് എന്ന് വേണ്ടത്. ഇവിടെ MLA സൂചിപ്പിച്ചു, MLA കഴിഞ്ഞ ദിവസങ്ങളിൽ കാളികാവ് പഞ്ചായത്ത് ഭരണസമിതിയോട് ആവശ്യപ്പെട്ടെന്താണ്, അവിടുത്തെ ജനങ്ങൾക്ക്, കർഷകർ കഷ്ടപ്പെടുന്നവർക്ക്, ടാപ്പിന് പോകാൻ പറ്റാത്ത തൊഴിലാളികൾക്ക് സൗജന്യ റേഷനും സൗജന്യ കിറ്റും കൊടുക്കാൻ വേണ്ടി അവിടെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ മന്ദന്മാരായ മെമ്പർമാര് ഈ ഫോറസ്റ്റുകാർ തെക്കോട്ട് നടക്കുന്നല്ലാതെ എന്തെങ്കിലും ഒരു പദ്ധതി പഞ്ചായത്ത് തയ്യാറാക്കിയിട്ടുണ്ടോ? അതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. ഇവിടെ ധൈര്യമുണ്ടെങ്കിൽ മെമ്പർമാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. നാളെ തുടങ്ങി ഈ കർഷകർ ഇവിടെ നമ്മുടെ പാന്ത്ര മേഖലയിലും അതുപോലെ കൽക്കുണ്ട് മേഖലയിലൊക്കെ പണിയെടുക്കാൻ പോകാത്ത ഒരുപാട് ടാപ്പിന് തൊഴിലാളികൾക്കുണ്ട്. അവർക്ക് എന്തെങ്കിലും കൊണ്ടേ കൊടുക്കാതെ ഫോറസ്റ്റുകാരെ വഞ്ചാലത്ത് വെടിവെക്കണ്ട എന്നാണ് കുറച്ച് മെമ്പർമാർ പോയി പറയുന്നത്. ഞങ്ങളൊരു കാര്യം സൂചിപ്പിക്കുകയാണ്, ഈ കടുവയെ വെടിവെച്ചില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഇനിയൊരാളെ പിടിച്ചാൽ ഈ കരുവാണ്ട് ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ എല്ലാ മേഖലയും കത്തിച്ചാമ്പലാവുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ പോകേണ്ടി വരും. അതുകൊണ്ട് നിയമം കയ്യിലെടുക്കാതിരിക്കണല്ലേ. തോക്ക് ഞങ്ങൾക്കും ഒക്കെ ഫോറസ്റ്റ് ചേർപ്പം കൊണ്ട് ഞങ്ങൾക്കൊക്കെ അത് വെടിയൊക്കെ പോയിട്ട് ആ രൂപത്തിലേക്ക് UDFന്റെ തള്ളിവിടരുതെന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. എന്തായാലും ഇതൊരു സൂചന മാത്രമാണ്. ഈ സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയായിട്ട് ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണാ സമരം സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട UDFന്റെ ചെയർമാൻ ഉണ്ണിക്കുട്ടി സാഹിബിനെ ക്ഷണിച്ചോളൂ.